ചായയും കഞ്ഞോളം ആയിരുന്നു വൈകിട്ട് 3 മണിക്ക് കുടിക്കാനായിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെയെന്ന് ചോദിച്ചാൽ ചോറിന്റെ പുറേശത്ത് കഞ്ഞോളം കുടിച്ചു, അതിന്റെ പുറേശത്ത് തന്നെ ചായ കിട്ടിയതുകൊണ്ട് അതും കുടിച്ചു. പിന്നെ 1 മണിക്ക് അലവ് കഴിച്ചു. പിന്നെ കടയിൽ പോയപ്പോൾ ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചു. കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സാൻഡ്വിച്ചിന്റെ ബ്രെഡും ഈ ഒരു ഗ്യാസ് മുട്ടയും വേറെ എന്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഡേറ്റ് ക്യാരറ്റ് കേക്ക് ഉണ്ടായിരുന്നു, ജിലേബി ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു ഷവർമയും വാങ്ങി. വിഷമങ്ങ് വയറ് കത്തിപ്പോയി. ഈ ഒരു ഷവർമ ചെന്നപ്പോഴാണ് തീയണഞ്ഞ്. പിന്നെ മഞ്ഞ ജിലേബി ഉണ്ടായിരുന്നു, അത് ഒരെണ്ണം ഒതുക്കി. അതിനുശേഷം ഒരു ഗ്യാസ് മുട്ടായി എടുത്ത് കഴിച്ചു. പിന്നെ ഈ ഒരു ചിപ്സ് വിട്ടിരുന്ന് വഹിച്ചിട്ട് ഒരു ചായ കൂടെ എടുത്ത് കുടിച്ചു. മുട്ട തീർന്നു വേണ്ടി മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ കടയിൽ ബർഗർ ഒക്കെ ഇട്ട് വെക്കുന്നതാണ്. പിന്നെ അത് വാങ്ങിച്ചോണ്ട് വീട്ടിൽ വന്നിട്ട് ഒരു ആപ്പിൾ കഴിച്ചു. പിന്നെ ക്യാരറ്റ് ഡേറ്റ് അൽവ അത് നമ്മൾ വില പറഞ്ഞില്ലായിരുന്നല്ലോ, അതും കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ അത് തൊണ്ടേന്ന് ഇറങ്ങി പോകാൻ വേണ്ടി കരുകിട്ട് ഒരു ഷേക്ക് അടിച്ചു കുടിച്ചു. പിന്നെ സപ്പോട്ട വാങ്ങിച്ചുണ്ടായിരുന്നു, പിന്നെ അതുകൂടെ വഹിച്ചു. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ചക്ക ഇരുന്ന് പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് തീരാറായിരുന്നു. പിന്നെ ഉള്ളതിരുന്ന് ഞാൻ കഴിച്ചു. പിന്നെ ഞാൻ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വാങ്ങിച്ചോണ്ട് വന്ന സ്ട്രിപ്പും ബർഗറും ഒക്കെ കഴിക്കാൻ എടുത്തു. എനിക്കാണെങ്കിൽ ഇതൊട്ടും പിടിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഒരുമാതിരി അങ്ങ് പപ്പട വരുവാക്കി കളഞ്ഞു ഞാൻ. പോയി അമരത് ഒട്ടിച്ച് വെച്ച് ശരിയായില്ല. പിന്നെ ഒരുവിധം ഒട്ടിച്ച് വെച്ചിട്ട് അത് മുഴുവൻ വഹിച്ചതിന് ശേഷം സ്ട്രിപ്പ് ഇരുന്ന് മയണൈസുമായിട്ട് മുക്കി കഴിക്കാൻ തുടങ്ങി. അത്രയ്ക്കേ ഉള്ളായിരുന്നു കേട്ടോ. ഒരു 3 മണി തൊട്ടിട്ട് ഏതാണ്ട് ഒരു 9 മണി വരെയുള്ള ഫുഡ്. പിന്നെ ഞങ്ങൾ രാത്രിയിൽ ആലപ്പുഴയ്ക്ക് പോയി. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയി കട്ടൻ വാങ്ങിച്ചു. അതാണ് ഒടുക്കത്ത് ചൂടാവുന്ന ആറി വരാൻ വേണ്ടി മാറ്റി വെച്ച സമയത്തിന് ഒരു മെക്സിക്കൻ ഷവർമ ഓർഡർ ചെയ്ത് വഹിച്ചു. അപ്പോഴത്തേക്ക് കട്ടൻ ആറി. പിന്നെ അത് കുടിച്ചു. ഷവർമയുടെ എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് ആ കുക്കുമ്പർ കഴിച്ചിട്ട് മാറിയില്ല. പിന്നെ ഒരു ബൂസ്റ്റ് ടീ ഒതുക്കി അതും കുടിച്ചിട്ട് മാറിയില്ല. പിന്നെ നമ്മുടെ കാടമുട്ട വെച്ചിട്ടുള്ള ഈ ഒരു സാധനം വന്നു, ഒരു കിളിക്കൂട്. പിന്നെ വീട്ടിൽ കഴിക്കാനായിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് സിനിമ കാണാനായിട്ടിരുന്നു.